ഒരു സാംസ്കാരിക സമൂഹത്തിന്റെ അടിത്തറയാണ് വിദ്യാലയങ്ങളെന്ന് RCF ഫിനാൻസ് ഡയറക്ടർ നഷാദ് ഷെയ്ഖ്. മുംബൈയിലെ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി മാതൃകയായ ശ്രീനാരായണ ഗുരു സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു നഷാദ് ഷെയ്ഖ്. മുംബൈയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന നഗരത്തിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയാണ് ചെമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ മന്ദിര സമിതി. സമിതിയുടെ കീഴിലുള്ള ശ്രീനാരായണ ഗുരു സ്കൂൾ 49 വർഷം പിന്നിടുകയാണ്. സ്കൂളിന്റെ വാർഷികാഘോഷത്തിൽ RCF ഫിനാൻസ് ഡയറക്ടർ നഷാദ് ഷെയ്ഖ് മുഖ്യാതിഥിയായിരുന്നു. The transformation of society which happens in this temple of learning is remarkable, and I think it will lead to a stronger society, a stronger nation. ചെമ്പൂരിലെ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ ശ്രീനാരായണ ഗുരു സ്കൂൾ വഹിച്ച പങ്ക് ശ്ലാഘനീയമാണെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന ടാറ്റ ക്യാൻസർ ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ശൈലേഷ് ശ്രീകാന്ത് പറഞ്ഞു. When I came to know it was just a marshy land and someone thought of helping people where there are large pockets of slums here and the less privileged population also stays in this part of the city, for them to get education, I think it is nothing but service to God. I say that it is far bigger than just going to a temple or a church or a mosque. അതുല്യനായ വിദ്യാഭ്യാസ ചിന്തകനായ ഗുരുവിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സമിതി പിന്തുടരുന്നതെന്ന് ചെയർമാൻ MI ദാമോദരൻ പറഞ്ഞു. The last 60 years we are serving to the public and we are giving good educations, quality educations to the very poor. That means financially downtrodden. വാർഷികാഘോഷ ചടങ്ങിൽ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കും മികച്ച വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ കൈമാറി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.